ഹലോ ഒരുവാൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലെ തമ്പിൽ കണ്ട പോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും PSC എഴുതി തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. എല്ലാവരും തന്നെ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും. അതിൽ കുറേ ഭൂരിഭാഗം ആളുകളും പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഡിഗ്രിയോ അല്ലെങ്കിൽ 10 പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിറങ്ങി പ്രധാനമായിട്ടും PSC പോലുള്ള കോമ്പറ്റേറ്റീവ് ഫീൽഡുകളിലേക്ക് എക്സാം ഫീൽഡുകളിലേക്ക് വരുന്നവരുമായിരിക്കും. അപ്പം പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവർ വരുത്തി വെക്കുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അല്ലെങ്കിൽ 2-3 വട്ടങ്ങളായിട്ട് ഇത്തരത്തിൽ പരീക്ഷകളൊക്കെ എഴുതി അത് കിട്ടാതെ വരുന്ന സമയങ്ങളിൽ വളരെയധികം ഫ്രസ്ട്രേഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അവർ പ്രധാനമായിട്ടും വരുത്തുന്ന കുറച്ച് തെറ്റുകൾ ഏതെല്ലാമാണ്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മളിത് പ്രധാനമായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ അറിയാവുന്ന നിങ്ങളുടെ കുറച്ച് ആശയങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആദ്യം തന്നെ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസ് പോലുള്ള എക്സാമിനേഷൻസ് പഠിച്ചു തുടങ്ങുന്നവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതിൻ്റെ സിലബസ് ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ആളുകൾ ഫോളോ ചെയ്യുന്ന സിലബസിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇത്തരത്തിൽ സിലബസ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവര് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്തെങ്കിലും റാങ്ക് ഫയലുകളോ മറ്റോ ഒക്കെ എടുത്തു വെച്ച് പഠിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് SCRT ചെന്ന് ഈ പറഞ്ഞ രീതിയിൽ SCRT പഠിച്ചു പോകുന്നവർ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പല വീഡിയോകളിലായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നതായിരിക്കും അല്ലേ. ഈ പറയുന്ന പഠിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ NCERT ടെക്സ്റ്റ് ബുക്സ് പ്രധാനമായിട്ടും BSc ചെയ്ത് പഠിക്കണം, അതുപോലെ റിവിഷൻ ചെയ്യണം, PVQ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യം തന്നെ ഈ SCRT പഠിക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആരും പറയാറില്ല അല്ലേ. എല്ലാവരും ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ SCRT പഠിക്കുക എന്നുള്ളത് മാത്രം പറയും. എങ്ങനെ പഠിക്കണം? SCRT ടെക്സ്റ്റ് ബുക്സ് 10ാം ക്ലാസ്സിലെ SLC എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന്റെ സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റിൽ നടക്കുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്? അല്ല അല്ലേ. നമ്മൾ പ്രധാനമായിട്ടും 8ലെയും 10ലെയും ഈ പറയുന്ന വിദ്യാർത്ഥികളോടുള്ള മത്സരമല്ല യഥാർത്ഥ PSC എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന കാമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സിലബസിലും അതേപോലെ തന്നെ SCRTയിലും പറഞ്ഞിട്ടുള്ള വളരെ കാമ്പുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമുണ്ട്. ആ ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം. പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ചെയ്യുന്നൊരു കാര്യം PSC അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ RRB അല്ലെങ്കിൽ UPSC പോലുള്ള എക്സാമിനേഷൻസ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി പാഠഭാഗങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം നോക്കുക, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് എല്ലാം കൂടെയാണ് ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും ഭൂമിശാസ്ത്രവും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു കൂട്ടിയിട്ടാണ് ഈ പറയുന്ന 40 മാർക്ക് എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 40 മാർക്ക്. പക്ഷേ കുറച്ച് ആളുകൾ പ്രധാനമായിട്ടും വിട്ടുകളയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആദ്യം പഠിക്കാതെ വിട്ടുകളയുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഒന്ന് ഈ പറയുന്ന രീതി സയൻസും അതേപോലെ തന്നെ ഈ ആനുകാലിക വിഷയങ്ങളൊക്കെ പറയുന്ന ഭാഗങ്ങൾ. ആനുകാലിക വിഷയങ്ങളൊക്കെ പ്രധാനമായിട്ടും പരീക്ഷ അടുക്കുന്നതിനോട് അനുബന്ധിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാവരും നോക്കി പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഡെയിലി ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും പൊളിറ്റിക്കും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിനും മറ്റുമായിട്ട് നമ്മൾ എത്രത്തോളം സമയം ചെലവിടുന്നുണ്ടോ അതിനനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ സയൻസിനും മറ്റുമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതിനെ വിട്ട് കളയണം എന്നുള്ളതല്ല. കാരണം ഈ മാർഗ്ഗം അടിസ്ഥാനപ്പെടുത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹിസ്റ്ററി ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ ആയിരിക്കാം? ഈ പറയുന്ന 5 10 മാർക്ക് 10 മാർക്കായിരിക്കും ഹിസ്റ്ററി ഭാഗത്ത് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 10 മാർക്കായിരിക്കാം. അതേപോലെ തന്നെ കേരള ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ടു കേരള ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ടാൽ 5 മാർക്ക് കൂട്ടി ഏകദേശം 10 12 15 മാർക്ക് അടുപ്പിച്ച് ചോദ്യങ്ങൾ വരാം. അപ്പൊ അതിൽ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യുന്നത്, ഈ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്നാലും പറയുന്നത് ഈ സിലബസ് ആദ്യം മുന്നോട്ട് എടുത്തു വെച്ച ശേഷം സിലബസിൽ പറയുന്ന കാര്യം SCRT പറയുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രം ആദ്യം പഠിച്ചു പോവുക. അതിനുശേഷം SCRT അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുക. അതായത് ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് നോക്കുക, അല്ലാതെ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഈ ആദ്യമായിട്ട് പരീക്ഷ എഴുതി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ചെയ്യുന്ന കുറച്ച് തെറ്റുകുറ്റങ്ങളാണ്. ആദ്യം തന്നെ ഓവർ കോൺഫിഡൻസ് ആണ്. ഓവർ കോൺഫിഡൻസ് ഉദ്ദേശിക്കുന്നത്
ഒരു PSCയുടെ ഒക്കെ സിലബസ് എടുത്ത് കൈവച്ചതിന് ശേഷം പ്രധാനമായിട്ട് അവർ നോക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. എല്ലാവരും ചെയ്യണമെന്നില്ല, എന്നാലും വളരെ കുറച്ച് ആളുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു PSC പാഠഭാഗം എടുത്ത് അല്ലെങ്കിൽ സിലബസ് എടുത്ത് കൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് 10ാം ക്ലാസ്സിലോ +2ലോ മറ്റും നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് പാഠഭാഗങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇത്രയൊക്കെയുള്ള എക്സാം ഈ സിലബസ് ഈസി ആണല്ലോ, ഞാനിപ്പോൾ ക്രാക്ക് ചെയ്യുമല്ലോ എന്നൊരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഈസി സിലബസ് എന്ന് പറയുന്ന ഒരിക്കലും ഈസി എക്സാം എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കൊടുത്തിട്ടുള്ള സംടൈംസ് ഈസി സിലബസ് നെവർ മീൻസ് ഈസി എക്സാം. സിലബസ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ അത് ഒരിക്കലും ഇംപ്ലൈ ചെയ്യുന്നത് എക്സാം എന്താണ് ഈസി ആയിരിക്കണമെന്നല്ല. ഓക്കെ, പത്രത്തിൽ ഈ വീർപ്പിച്ച് വെക്കുന്ന ഒരു ബലൂണുണ്ട്. അതായത് നമുക്കെല്ലാം അറിയാമെന്നുള്ള ഒരു രീതിയിലുള്ള സംവിധാനം ആദ്യമേ ആ ഒരു മുൻവിധിയോട് കൂടി തന്നെ പരീക്ഷയെ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് ഞാൻ എനിക്കറിയാവുന്നതേ ചോദിക്കൂ എന്നുള്ളത് വിചാരിക്കരുത്. ഓക്കെ, ആദ്യം അത് ഓർത്തിരിക്കും. രണ്ടാമത്, ഇതൊക്കെ ആദ്യം പഠിച്ചു തുടങ്ങുന്നവർ ചെയ്യുന്ന വളരെ ആദ്യം തുടങ്ങുന്ന കുറച്ച് ഈ പറയുന്ന രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളാണ്. അത് ആദ്യമേ നിങ്ങളത് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഓരോ വട്ടം കഴിയുന്ന നമ്മുടെ ചാൻസസ് ഇനി കുറഞ്ഞു വരും അല്ലേ. അപ്പം ചാൻസസ് നമ്മുടെ കൈ കിട്ടുന്ന വളരെ അപൂർവമായിട്ടായിരിക്കും, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒൺലി റീഡിങ് നോ MCQ പ്രാക്ടീസ്. അതായത് പുസ്തകം വായിച്ചത് കൊണ്ട് ഒരിക്കലും PSC ക്ലിയർ ആവുകയില്ല. വെറുതെ കുറച്ച് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു, PSC ഈ പറഞ്ഞ NCERT പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു, ഞാൻ അത് വായിച്ചു അടച്ചു വെച്ച്, NCERT പുസ്തകം എടുത്ത് ഞാൻ വായിച്ചു അടച്ചു വെച്ചു. ഇങ്ങനെ ചെയ്യരുത്. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന്മേൽ ഈ ഒരു പ്രബന്ധം എഴുതാനുള്ള അറിവ് നിങ്ങളുടെ പ്രാപ്തമാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഒരു പ്രബന്ധം എഴുതാൻ ഒരു PhD, ഒരു ഹോണേഴ്സോ പ്രധാനമായിട്ട് നൽകുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ PhDക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റിന്റെ അല്ലെങ്കിൽ UGC ടെസ്റ്റുകളല്ല പ്രധാനമായിട്ട് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അവിടെ ഓപ്ഷൻ എലിമിനേഷൻ ആണ്. പ്രധാനമായിട്ടും തെറ്റുത്തരങ്ങൾ ഏതെല്ലാം മനസ്സിലാക്കി ശരി ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ കഴിവിനെയാണ് പ്രധാനമായിട്ടും PSC അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ റീഡിങ് മാത്രം പോരാ അല്ലേ, റീഡിങ് മാത്രം പോരാ, വായിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റണം, ആ ആശയം മനസ്സിലാക്കാനും. വെറുതെ വായിച്ചു വിട്ടാൽ മാത്രം പോരാ, വായിക്കുന്നതിലൂടെ ആശയം മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുക. കാരണം ഒരു ചോദ്യം വായിക്കുന്നു, ഓക്കെ, അതായത് ഈ പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു 1947, ഇത്രയേ ഉള്ളൂ, ഇതെന്നെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദ്യത്തിനകത്ത് MCQ ടൈപ്സിനകത്ത് ചോദ്യം വരുന്നത് ഇതെന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, 47 ആണെന്നുള്ളത് മനസ്സിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ചോദ്യം വരുന്നതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് വരിക, 1947, ഓഗസ്റ്റ് 15, ഓഗസ്റ്റ് 18, ഓഗസ്റ്റ് 21, ഓഗസ്റ്റ് 6 എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ 47 മാത്രം പഠിച്ചുകൊണ്ട് പോയ എന്നെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഇതിനകത്ത് 47 മാത്രമായിരിക്കും സുപരിചിതമായിട്ടുള്ളതെന്ന് പറയുന്നത്. ബാക്കി പറഞ്ഞ ഓഗസ്റ്റ് 6 ആണോ 17 ആണോ 18 ആണോ 21 ആണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം പ്രധാനമായിട്ടും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അനുഭവപ്പെടും. അപ്പോൾ റീഡിങ് മാത്രം പോരാ, റീഡിങ്ങിനോടൊപ്പം തന്നെ ആശയം മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ MCQ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇഗ്നോറൻസ് എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഒരു പരീക്ഷ പ്രധാനമായിട്ടും എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി ചെയ്യുന്ന ഒരു പരിപാടി, ആദ്യമായിട്ട് എഴുതുന്നവരാണ് കേട്ടോ. അതായത് 100 ചോദ്യം ഉണ്ടെങ്കിൽ 100 അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അറിയില്ലെങ്കിൽ 100 അറ്റൻഡ് ചെയ്യുക. അതായത് ഒരു OMR കാണുമ്പോൾ OMRനകത്ത് ഈ പറയുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ കറുപ്പിച്ച് വെക്കുക. 100ൽ 100ഉം അറിയില്ല, ചിലപ്പോൾ എനിക്ക് 30 40 ചോദ്യങ്ങളായിരിക്കും അറിയാവുക. ചില ചോദ്യങ്ങളകത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ 50 ചോദ്യമായിരിക്കും അറിയാതിരിക്കുക. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡൗട്ടുള്ള കുറച്ച് ചോദ്യം ഒരു 5 6 ചോദ്യങ്ങളിൽ നമ്മൾ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കറുപ്പിച്ച് വിടാറുണ്ട്. എന്നാൽ ചിലർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 100 ഈ പറഞ്ഞ രീതിയിൽ എത്രത്തോളം ഈ പറഞ്ഞ രീതിയിൽ ബ്ലാങ്ക് സ്പോട്ടായിട്ട് കിടക്കുന്നുണ്ട്, ബ്ലാങ്ക് എല്ലാം നമ്മൾ കറുപ്പിച്ച് വിടുക എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നമ്മൾ വരുത്തി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് നെഗറ്റീവ് അടിച്ചുള്ള മാർക്കും കൂടെ പോകും എന്നുള്ളതാണ്. ആകെ കിട്ടുന്ന ഒരു മാർക്ക് ആയിരിക്കാം, ചിലപ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവ് 1/3 ആയിരിക്കും, 3 ചോദ്യം തെറ്റുമ്പോൾ ആ ഒരു മാർക്ക് അങ്ങ് പോകും അല്ലേ. 3 ചോദ്യം തെറ്റുമ്പോൾ ആ ഒരു മാർഗം പോയി കിട്ടും. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ചോദ്യങ്ങൾ, അതായത് ഒട്ടും അറിയില്ല എന്ന് അറിയാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യരുത്, അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. 100ഉം എടുത്ത് കറുപ്പിച്ച് വെച്ചുകൊണ്ട് ഈ റാങ്ക് മേടിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ലക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ 100ഉം കറുപ്പിച്ച് വെച്ച് ഞാൻ ലക്ക് വെച്ചാണ് 100ഉം കറുപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് 100ഉം കിട്ടും എന്നുള്ള രീതിയിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞ ഓവർ കോൺഫിഡൻസ് പാടില്ല എന്നുള്ളതാണ്. അറിയാവുന്നത് മാത്രം കറുപ്പിക്കുക. അതിനുശേഷം ഈ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യുക, എത്തുക എന്നുള്ളതാണ്. അടുത്തതാണ് നോ റിവിഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. അതായത് എല്ലാം പഠിക്കും
എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കും, പക്ഷേ റിവിഷൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരാൾ റിവിഷൻ ചെയ്തില്ല എന്നുള്ളതിന് അർത്ഥമാക്കുന്ന പ്രധാനമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ സമയത്ത് പ്രധാനമായിട്ടും പഠിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. പഠിക്കുന്ന കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം പഠിച്ചു നോക്കുന്നു അല്ലേ, ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ഈ പറയുന്ന HCl ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് ഞാൻ പഠിച്ചുകൊണ്ട് പോകുന്നു അല്ലേ. എനിക്ക് അവിടെ ചെല്ലുമ്പം നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്നത് HClന്റെ ആദ്യ ഭാഗത്ത് എച്ചും പിന്നെ രണ്ടാമത് Cl എന്ന് ആയിരിക്കും. പക്ഷെ അവിടെ എക്സാം ഹാളിൽ ചെന്ന സമയങ്ങളിൽ അത് HNO3 ആവാം, ചിലപ്പോൾ HCl2 എന്നപ്പോൾ ചിലപ്പോൾ വന്ന് കാണും. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ഉത്തരം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എന്തുകൊണ്ട് അവിടെ ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ചോദ്യം പിന്നെയും പരിചയപ്പെടുന്നില്ല, നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പിന്നെയും പോകുന്നില്ല അല്ലേ. ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എപ്പോഴും അത് നമ്മുടെ തലയിൽ തന്നെ ഇരിക്കണമെന്നില്ല അല്ലേ. അത് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ റിവൈസ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് ഇവിടെ ഈ പറയുന്ന ക്യാച്ച് ചെയ്യുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചത് കൊണ്ടുവരും. നമ്മൾ ടെമ്പററി മെമ്മറിയിൽ നിന്ന് പെർമനന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഈ ടെമ്പററി മെമ്മറിയിൽ നിന്ന് അത് പെർമനന്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രധാനമായിട്ടും റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് ടു മെനി സോഴ്സസ്. ഇത് എത്രത്തോളം ആളുകൾ പറയുന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അതായത് ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത് റാങ്ക് ഫയൽ, SCRT, NCERT, PDF നോട്ടുകൾ, അല്ലാതെ ഈ പറഞ്ഞ റിവിഷൻ നോട്ടുകൾ, അതേപോലെ തന്നെ അല്ലാതെ ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ കിട്ടുന്ന നോട്ടുകൾ, ക്ലാസ്സുകൾ, ഓഡിയോ ബുക്കുകൾ, യൂട്യൂബുകൾ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് എല്ലാത്തിനകത്തും ഈ പറഞ്ഞ രീതിയിൽ എല്ലാം അങ്ങ് പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഒരു ബുക്ക് ഫിനിഷ് ചെയ്തതിന് മുമ്പായിട്ട് അടുത്ത പറഞ്ഞ PDFs ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തെറ്റായ പരിപാടിയാണ്. റിസോഴ്സസ് പലതും റെഫർ ചെയ്യണം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആദ്യമേ ഏതൊരു ഒറ്റ പുസ്തകം എടുക്കുക. ഇപ്പോൾ SCRT ആണെങ്കിൽ പഠിക്കാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ SCRT പഠിക്കുക. SCRT പഠിച്ചതിന് ശേഷം പിന്നെ വേണം റാങ്ക് ഫയൽ ആയിക്കോട്ടെ, മറ്റ് ഈ പറയുന്ന PDF നോട്ടുകളായിക്കോട്ടെ അതിലേക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ. ഓക്കെ, അല്ലാതെ റാങ്ക് ഫയൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ അടുത്ത് SCRT എടുത്ത് വെച്ച് പഠിക്കുന്നു, അതിനൊപ്പം തന്നെ അടുത്ത് PDF നോട്ട് എടുത്ത് പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഓഡിയോ ബുക്ക് എടുത്ത് പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് അത് നോക്കിയിരുന്ന് പഠിക്കുക. ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന റോബോട്ട് ഒന്നുമല്ല അല്ലേ. അപ്പം അതായത് ടു മെനി സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ടും വളരെ വ്യക്തമായിട്ട് നോട്ടുകൾ വിശദമായിട്ട് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഏത് റിസോഴ്സ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക, ആ സോഴ്സ് അടിസ്ഥാനമാക്കി പഠിക്കുക. അതിനൊപ്പം തന്നെ ആ സോഴ്സ് നിങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റെഫർ ചെയ്യാം. മറ്റ് സോഴ്സുകളൊക്കെ വെച്ചിട്ട് അത് റെഫർ ചെയ്തിട്ട് ഈ അഡീഷണൽ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സോഴ്സിൽ മാത്രം എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ പല സോഴ്സുകളിലേക്ക് എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഡൈവേർട്ടായി അവിടുന്ന് കുറച്ച് പഠിച്ച് ഇവിടുന്ന് കുറച്ച് പഠിച്ച് അവിടുന്ന് കുറച്ച് പഠിച്ച് ഇങ്ങനെ പഠിച്ച് പോകരുത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതും കിട്ടത്തില്ല ഇതും കിട്ടത്തില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വിങ് വാച്ചിങ്. അതായത് ഈ PSC പഠിച്ചു തുടങ്ങുന്ന സമയങ്ങൾ, PSC ആയിക്കോട്ടെ മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുന്ന, ഒരു യൂട്യൂബ് ക്ലാസ് കാണുന്ന, യൂട്യൂബ് ഈ പറഞ്ഞ രീതിയിൽ യൂട്യൂബിൽ കാണുന്ന ലൈവ് സെഷൻസ് മാത്രം കണ്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷയിൽ പാസ്സാകും. കാരണം ഞാൻ ഇന്നൊരു 3 വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ട്. PSCയുടെ 3 വീഡിയോ, ഒരു ഹിസ്റ്ററി, ഒരു ജോഗ്രഫി, ഒരു മാത്സ്, 3 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കോൺസെപ്റ്റ് എനിക്ക് വളരെ ക്ലിയർ ആണ്. ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറയും എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ കണ്ടു എന്നുള്ളത് പറഞ്ഞാൽ ശരിയാണ്, പിന്നെ മനസ്സിൽ അതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ കാണും എന്നുള്ളത് ശരിയായിരിക്കും. പക്ഷേ അത് പേപ്പറിലേക്ക് പകർത്താനുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടോ, അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ പഠിച്ച കാര്യം ഞാൻ എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോ, അത് ചെയ്തു നോക്കുന്നുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ PSC പാസ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം എന്ത് ചെയ്യരുത്, ഈ പറയുന്ന രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. വീഡിയോ കാണണം, നോട്ടുകൾ ഉണ്ടാക്കണം, ആ വീഡിയോ പറയുന്നത് മനസ്സിലാക്കണം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് വർക്ക് ചെയ്യാനുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന പ്രധാനമായിട്ടും പറയേണ്ടത്. അടുത്തൊരു കാര്യം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അത് ഈ പറയുന്ന രീതിയിൽ ഈ ആദ്യം പഠിച്ചു തുടങ്ങുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ കണ്ടുവരാനുള്ള ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന വർഷങ്ങളായിട്ട് ഈ പറയുന്ന PSC ഒക്കെ പഠിച്ചു വരുന്ന ആളുകൾ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്ന സമയങ്ങൾ അവർ ആലോചിക്കാറുണ്ട് ഇത്തരത്തിൽ, എന്തിനാ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ, ഇതൊക്കെ പഴയ ചോദ്യങ്ങളല്ലേ അല്ലേ, ഇതൊക്കെ പിന്നെയും ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളത്. PSCയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് ഒരിക്കലും ഈ പഴയ ചോദ്യങ്ങൾ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ ചോദ്യം ഏതൊക്കെ ലെവലിൽ ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ചും, അതേപോലെ തന്നെ നമുക്ക് വിട്ടുപോയിട്ടുള്ള പാഠഭാഗങ്ങൾ ഏതാണ് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും, ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പം വെറുതെ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചോദ്യം വരുന്ന പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അടിസ്ഥാനമാക്കുന്നത്. ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതേപോലെ ആ ഒരു ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രീവിയസ് ഇയർ ചോദ്യം കൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോൺ ടൈം ബേസ്ഡ് പ്രാക്ടീസ്. അതായത് രാവിലെ ഇപ്പോൾ 5 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും,
രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് രാത്രി 10 മണി വരെ നിന്ന് ഈ പറയുന്ന രീതിയിൽ നിർത്താതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഇതൊരു ബെറ്റർ മെത്തേഡാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല, അല്ലെ? ഒരിക്കലും ബെറ്റർ മെത്തേഡല്ല. അതായത് PSC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിരുന്ന തിയറി എഴുതുകയല്ല ചെയ്യുന്നത്, അല്ലെ? എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കുകയല്ല ചെയ്യുന്നത്, അല്ലെ? ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഓക്കെ, അതിനകത്ത് ഈ സമയമെടുത്ത് പഠിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് ഉത്തര പേപ്പറുകളിൽ നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാം പഠിച്ചിട്ടും ഉത്തരങ്ങൾ ചെയ്യാൻ നിങ്ങൾ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം വർക്ക് ഓൺ ടൈം, അല്ലെ? ഈ പറയുന്ന വർക്ക് ഓൺ ടൈമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസോടെ ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ പ്രോബ്ലം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തരത്തിൽ ഉത്തരം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നിങ്ങൾ അവിടെ ലാഭിക്കുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും മറ്റു ചോദ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടെ ഇട്ട് നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള സമയം അവിടെ ലഭ്യമാകുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഉത്തരം അറിയാമെങ്കിലും ടൈം ബൗണ്ടഡ് ആയിട്ട് ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ലഭിക്കും, അവിടെ നെഗറ്റീവ് സംഭവിക്കുന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ താഴോട്ടേക്ക് പോകും. ഓക്കെ, പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് എറേഴ്സ് ഉണ്ട്. അതായത് അവസാന നിമിഷം ചെന്നിരുന്ന് പുതിയ ടോപ്പിക്കുകൾ പരിചയപ്പെടുക. പരീക്ഷ ഹാളിലേക്ക് ചെന്ന് പറയുമ്പോഴായിരിക്കും ചില ആളുകളൊക്കെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇന്ന ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് കയറി വരുന്നു, യൂട്യൂബ് എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു, അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വളരെ റഷായിട്ട് ഒന്ന് പഠിക്കുക എന്ന് പറയും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. റഷായിട്ട് ഒന്ന് പഠിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ലാസ്റ്റ് മിനിറ്റ്സ് വേണം ടോപ്പിക്ക് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഡിഗ്രിക്കോ പ്ലസ് ടുവിനോ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ സെം എക്സാം എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് പരീക്ഷ എഴുതാനുള്ള പരിപാടിയല്ല യഥാർത്ഥത്തിൽ PSCയുടെ, അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് തലേന്നൊക്കെ ഈ പറഞ്ഞ രീതി ടോപ്പിക്ക് പഠിച്ചിട്ടില്ല. ഓക്കെ, എന്നെ കൊണ്ട് കഴിയുന്നില്ല, അത് പല ഞാൻ നോക്കിയിട്ടില്ല, അത് വിട്ടുകളയാ. എന്നിട്ട് ബാക്കി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവസാന നിമിഷം പോകരുത് ഒരിക്കലും. പുതിയ ടോപ്പിക്കുകൾ തലയിൽ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. അടുത്തത് ഈ പറയുന്ന നോ എലിമിനേഷൻ ടെക്നിക്സ്. അതായത് ഈ പറഞ്ഞൊരു ചോദ്യം അറിയാത്ത പക്ഷം, ചോദ്യം വായിക്കുന്നു അറിയില്ല, അല്ല ഈ പറഞ്ഞ രീതി എനിക്ക് സംശയമുണ്ടെങ്കിൽ ആ ചോദ്യം ഇടുകയല്ല ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ചിലത് വരുന്നതിനകത്ത് ഈ ആസിഡ് ഏതാണ് അല്ല പാലക്കൽ ഏതാണെന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദ്യങ്ങൾ വരാറ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. തന്നിരിക്കുന്നവർ ആസിഡ് തിരഞ്ഞെടുക്കാനാണെങ്കിൽ തന്നിരിക്കുന്നവർ ഏതൊക്കെയാണ് ആസിഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽക്കലികളെയാണ് തിരഞ്ഞെടുക്കണമെന്ന് ചോദിക്കുന്നതെങ്കിൽ ആൽക്കലികൾ ഏതെല്ലാമാണ് തന്നിരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്താൽ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇപ്പോൾ നോ എലിമിനേഷൻ ടെക്നിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇപ്പോൾ 70 മാർക്കായിരിക്കും നിങ്ങൾക്ക് ആകെ ശരിയായിട്ട് തോന്നിയിരിക്കുക. ചിലപ്പോൾ 72 ആയിരിക്കും ചിലപ്പോൾ കട്ട് ഓഫ്, അല്ലെങ്കിൽ 74 ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 5 or 6 ചോദ്യം ഇത്തരത്തിൽ ഡൗട്ട് കാണും. ഇപ്പോൾ എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നഷ്ടമാകുന്നത് ചിലപ്പോൾ എന്താണ്, ആ ഒരു മാർഗ്ഗമായിരിക്കും. ഓക്കെ, മറ്റൊന്നാണ് ലാംഗ്വേജ് ട്രാപ്പ്. അതായത് പ്രധാനമായിട്ട് എടുത്ത് ചാടി ഉത്തരം എഴുതുക എന്ന് പറയും. ഒരു ചോദ്യം വായിക്കുന്നു, ചോദ്യം എങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യമേ പ്രതിപാദിക്കും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ അത് കാറ്റിനെ കുറിച്ചായിരിക്കും, അല്ലേ? ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ലൂവിനെ കുറിച്ച് ചോദിക്കുന്നു. ഇപ്പോൾ ലൂ എന്നാണ് അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഉത്തരം ലൂ ആയിരിക്കും. ലൂ എന്ന് പറയുന്ന ഒരു പ്രാദേശിക വാദങ്ങൾ, ലോക്കൽ വിൻഡ് ആണ്. അത് ഈ പറഞ്ഞ നോർത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റ്, ഈ പറഞ്ഞ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന ആ ഒരു ഭാഗത്തേക്ക് എങ്ങനെ അടിക്കുന്നു എന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയങ്ങൾ നമ്മൾ ഓർക്കും, ഈ ഒരു ഭാഗത്തേക്ക് അടിക്കുന്ന കാറ്റ്, അപ്പോൾ അത് ലൂ ആണ്, അല്ലേ? അപ്പം ഈ ഒരു ഭാഗത്തേക്ക് അടിക്കാത്ത കാറ്റ് ഏതാണെന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത്. ചിലപ്പം ഇതിനകത്തുനിന്ന് ഇൻകറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതൊന്ന് ലോജിക്ക് അല്ലാത്ത തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ചോദ്യം ആദ്യം വായിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ആ സെന്റൻസ് മാത്രം വിടും. അതിനകത്ത് ഇൻകറക്റ്റ് അല്ലാത്തത്, ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ശരിയായതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്, ശരിയല്ലാതെ തിരഞ്ഞെടുക്കാനായിരിക്കും ചോദ്യം വരുന്നത്, അല്ലേ? ഇതിൽ നിന്ന് ലോജിക്കലി തെറ്റായിട്ടുള്ളവ കണ്ടെത്തുക, ലോജിക്കലി ശരിയായിട്ടുള്ളവ ചെന്ന് എന്ത് ചെയ്യും, നമ്മൾ ഉത്തരം എഴുതും, ആണല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, മാറ്റുക. ചോദ്യം വ്യക്തമായി വായിച്ച് എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. കാണുമ്പോൾ ഡെഫിനേഷനൊക്കെ കാണുമ്പോൾ ഞാൻ പഠിച്ചു വെച്ച ഡെഫിനേഷനാണ്, അപ്പോൾ അതിൻ്റെ ഉത്തരമാണ്. ആ ഉത്തരം അതേപോലെ തന്നെ ഓപ്ഷനകത്ത് കാണും, ചെന്ന് കറുപ്പിക്കും, തെറ്റിക്കും. അപ്പോൾ അതെന്ത് ചെയ്യരുത്, പാടില്ല. അടുത്താണ് സ്കൂൾ എക്സാം മൈൻഡ് സെറ്റ്. ഓക്കെ, സ്കൂൾ എക്സാം മൈൻഡ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ഈ സ്കൂൾ എക്സാമിന് പഠിക്കുന്നവർ ഒരിക്കലും PSCക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. അതായത് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചോ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചോ ഈ പറഞ്ഞ രീതിയിൽ ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ടിനെ കുറിച്ചോ പഠിക്കുമ്പോൾ നമ്മൾ അതിനൊരു 10 പേപ്പർ എഴുതാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പഠിച്ചുകൊണ്ട് കയറിപ്പോകും. PSCക്ക് വേണ്ടത് അവിടെ ചെന്നിട്ട് ഈ 10 പേപ്പറിനകത്ത് എസ്സേ എഴുതി തരിക എന്നുള്ളതല്ല, പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ സ്കൂൾ എക്സാം മൈൻഡ് സെറ്റിൽ
ഞാനിപ്പം വെറുതെ 2 എണ്ണം എഴുതി കഴിഞ്ഞ് എനിക്ക് ചിലപ്പം അല്ലേ പറയുന്ന ഒരു പേപ്പറിന്റെ പകുതിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാർക്ക് ഇട്ട് തരും എന്നുള്ള പരിപാടി യഥാർത്ഥത്തിൽ എവിടെ ഇല്ല, PSC ഇല്ല. അവിടെ നിങ്ങൾ എഴുതുന്ന ഒരു ഉത്തരത്തിനാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് കൊടുക്കുന്നത്. അത് നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എൻ്റെ താഴെയുള്ളവൻ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറി പോകുന്നു, ഞാൻ അവൻ്റെ അത്രയും കൂടുതൽ പഠിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പ്രധാനമായിട്ടും വേണ്ട. ചില സമയങ്ങളിൽ ചില ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിൽ നമുക്ക് വരുന്ന ചില പിഴവുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വീക്കാണ് എന്നുള്ളതല്ല. PSC പ്രിലിംസ് ഫെയിൽ ചെയ്യുന്നവരായിരിക്കും എന്തല്ല, വീക്ക് സ്റ്റുഡൻസ് അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്ന ഒരു റോങ് സ്ട്രാറ്റജി ആണെന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രാറ്റജിയാണ് അവിടെ കുഴപ്പം, അല്ലാതെ നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ വീക്ക് സ്റ്റുഡൻ്റ് ആണെന്നുള്ളതല്ല. ഒരു പരീക്ഷ പാസ്സാകുന്നില്ല എന്നുള്ളതിന് അർത്ഥം പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പഠിക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി തെറ്റാണെന്നുള്ളതാണ്. ഓക്കെ, നോക്കിയേ, വിന്നർ ഈസ് എ ലൂസർ ഹു ട്രൈഡ് 1 more time. ഒരുപാട് വട്ടം ഈ പറയുന്ന രീതിയിൽ ചെയ്ത് തോറ്റിട്ടായിരിക്കാം. ആ തോറ്റതിൽ നിന്ന് മനസ്സിലാക്കുക, എൻ്റെ തോൽവിക്ക് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം തെറ്റുകൾ തിരുത്തുക. ആ തിരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഓർത്തിരിക്കുക, എ വിന്നർ ഈസ് എ ലൂസർ ഹു ട്രൈഡ് 1 more time. അല്ലേ, വിന്നർ ഈസ് എ ലൂസർ ഹു ട്രൈഡ് 1 more time എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു ലൂസർ ആകുന്ന ചിന്താഗതി ആദ്യം തന്നെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചുകൊണ്ടാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഡേഞ്ചർ സോൺസ് ഒക്കെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഏറെക്കുറെ പ്രശ്നങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യും, ക്ലിയർ ആയി പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ 10th ലെവൽ പരീക്ഷകളൊക്കെ VFA, ബുക്കോ, കമ്പനി പോലുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രയാണം എന്ന് പറയുമ്പോൾ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം തന്നെ ഈ പറയുന്ന ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ IPS റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡെയിലി PDF നോട്ടുകളും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇവയ്ക്ക് പ്രാക്ടീസ് സെഷൻസും മോക്ക് ടെസ്റ്റുകളെല്ലാം നൽകുന്നുണ്ട്. നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ബാച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റായിട്ട് അറിയാം കേട്ടോ. ഓക്കെ, അതിപ്പം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് തോന്നിയതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അത് താഴെ അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. താങ്ക് യു, ബൈ.